നമസ്കാരം സർ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കണക്കിൽ ഏറെ മുന്നിലാണ് BJP. കണക്കുകൂട്ടലുകളിൽ മുന്നിലാകാനുള്ള സാധ്യത വരും കാലങ്ങളിൽ എങ്ങനെ? കേരളത്തിലെ കാര്യമാണെങ്കിൽ അല്ല, ദേശീയ തലത്തിൽ കണക്കിന്റെ കാര്യത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിൽ ഒരു കേക്ക് വാക്കായിരുന്നു. ഏതാണ്ട് ഏകപക്ഷീയമായ വിജയം. 90% BJPയുടെ മാത്രം സ്ട്രൈക്ക് റേറ്റ്. 149 മണ്ഡലങ്ങളിൽ മത്സരിച്ച് 132 മണ്ഡലങ്ങളിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും 90% കൺവേർഷൻ റേറ്റ്, മത്സരം ഇൻറ്റു വിജയം. കോൺഗ്രസിൻ്റെത് 10% താഴെ നിൽക്കുന്നു. കോൺഗ്രസ് 101 സീറ്റിൽ മത്സരിച്ച് 16 സീറ്റിൽ. അപ്പൊ 16% കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ്. അത് മാത്രമല്ല, BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിച്ച സ്ഥലങ്ങളിൽ 75ഓളം മണ്ഡലങ്ങളിലാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ മാറ്റുരച്ചത്. അവിടെ കോൺഗ്രസിന് കേവലം 10 സീറ്റുകളിൽ മാത്രമാണ് BJP പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. അപ്പൊ എങ്ങനെ നോക്കുമ്പോഴും ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയിൽ, ഇന്ത്യ മുഴുവൻ നോക്കുമ്പോഴും, മഹാരാഷ്ട്ര ഒറ്റക്കെടുത്ത് നോക്കുമ്പോഴും BJPയുടെ ജൈത്രയാത്ര തുടരുന്ന ഒരു കാഴ്ച. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ചിത്രം അങ്ങനെയായിരുന്നില്ല. കേവലം 4-5 മാസത്തിനുള്ളിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഭാരതത്തിൽ സംഭവിച്ചോ, അതിന്റെ സൂചനയാണോ മഹാരാഷ്ട്രയിൽ കണ്ടത്? അതാണ് ഈ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ്. ജാർഖണ്ഡിൽ വ്യത്യസ്തമായൊരു രംഗം കണ്ടു. അവിടെ കോൺഗ്രസ് കാര്യമായ ഒരു പ്ലെയർ ആയിരുന്നില്ല. അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന ലോക്കൽ പാർട്ടി, റീജിയണൽ പാർട്ടി, ആ പാർട്ടിക്ക് ലഭിച്ച ഒരു സഹതാപ വോട്ട്. ഹേമന്ത് സോറൻ അറസ്റ്റിലായി, തടവിലായി, മോചിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ലഭിച്ച ഒരു കാര്യം. അത് മാത്രമല്ല, ട്രൈബൽ മേഖലയിൽ JMMനുള്ള ഒരു ഗ്രിപ്പ് ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് നറേറ്റീവ് വാസ് ഡിഫറെന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഇറ്റ് വാസ് സോ ഡിഫറെന്റ് ഇൻ ജാർഖണ്ഡ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിനെയും തുലനം ചെയ്യാനാവില്ല. മഹാരാഷ്ട്ര ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ BJPക്ക് അതിശോഭനമായ ഒരു ഭാവിയാണ് ഉള്ളത്. കേവലം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്. പിന്നെ ഹരിയാനയിൽ കൂടി ആ മാറ്റം, ഒരു കാവിക്കാറ്റ്. ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയിൽ അവർക്ക് അതിലേറെ വലിയൊരു വിജയം. പിന്നെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ഉത്തർപ്രദേശില് 9-6, ബീഹാറില്, അസമില് 4 മൊത്തം പിടിച്ചോണ്ട് പോകണം. അപ്പോ ഇതൊരു ഇന്ത്യ മുഴുവൻ ഒരു വലിയ മാറ്റം. അതും നരേന്ദ്രമോദി ഒട്ടൊന്ന് കട്ടിലെ പിന്നിലേക്ക് മാറി, ലേശമൊന്ന് മാറിക്കൊടുത്തുകൊണ്ട് ഹിമന്ത് ബിശ്വ ശർമ്മ, പിന്നെ നമ്മുടെ യോഗി ആദിത്യനാഥ്, അപ്പൊ ഇവരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ വാസ്തുവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നേറിയത്. അപ്പോൾ ഒരു മാറ്റം BJPയിൽ സംഭവിക്കുന്നില്ല. ഒരു തലമുറ മാറ്റത്തിനുള്ള കാലമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തലമുറ മാറ്റം സ്മൂത്തായി സാധ്യമാകുന്നു എന്നും നരേന്ദ്രമോദി എന്ന ഒറ്റ ഒരു വ്യക്തി, അല്ലെ, ഒരു മഹാമേരു പോലെ നിന്ന ഒരു വ്യക്തി പതിയെ ഒരു അന്താരാഷ്ട്ര ഒരു ഓപ്പറേറ്ററായി സ്വയം പൊസിഷൻ ചെയ്യുകയും ഇവിടെയൊക്കെ രണ്ടാന്തര നേതൃത്വത്തെ റീജിയണൽ, അത് ഫഡ്നാവിസ് ആയിക്കൊള്ളട്ടെ മഹാരാഷ്ട്രയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ BJP തലപ്പത്തേക്ക് ശിവരാജ് സിംഗ് ചൗഹാൻ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഫഡ്നാവിസ് വന്നില്ലെങ്കിൽ അദ്ദേഹത്തെയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അങ്ങനെ പുതിയ ഒരു നേതൃനിര അതത് സംസ്ഥാനങ്ങളിൽ സജീവമായി നിൽക്കുന്നവരെ ദേശീയ തലത്തിൽ കൂടി മുഖങ്ങളായി കൊണ്ടുവന്ന് അവർക്കെല്ലാം കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര മോദി പ്രഭാവത്തിന്റെ വിജയമേ ആയിരുന്നില്ല. ഹരിയാനയിലും മോദി പ്രഭാവം ഉണ്ടായിരുന്നില്ല. അപ്പൊ മോദിക്ക് ശേഷവും ഭാരതീയ ജനതാ പാർട്ടിക്ക് നിലനിൽക്കാനാവും. ഈ സപ്പോർട്ട് ബേസിനെ ഇലക്ട്രൽ ബേസായും സീറ്റായും മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനം, ഇലക്ട്രൽ എഞ്ചിനീയറിംഗ്, പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ് converge into one role, one massive, സക്സസ് ഫോർമുല. ഇതാണ് BJPയുടെ വിജയം. പൊളിറ്റിക്സില് എന്നല്ല, എവിടെ ടൈമിങ് ഒരു വല്ലാത്ത ഒരു ഘടകമാണ്. ഇപ്പൊ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പില് 400 പാർ എന്ന് പറഞ്ഞെങ്കിലും അവിടെ
ഒരു പക്ഷേ RSS ഉൾപ്പെടെയുള്ള പിന്നീട് പറഞ്ഞു കേൾക്കുന്നതാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിന് കൃത്യമായ തെളിവുകളൊന്നുമില്ലെങ്കിൽ കൂടി കൃത്യമായി RSSന്റെ ഒരു കരങ്ങളാണ് ഈ 400ലേക്ക് കടത്തി വിടുന്നതും. ഇപ്പൊ മോദിക്ക് ഗ്യാരണ്ടി, ഒരു മനുഷ്യൻ ഈ ഒരു കേഡർ പ്രസ്ഥാനത്തിലും വലിയ ഒരാളായി മാറുന്നു എന്ന സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള മോദിക്ക് ഗ്യാരണ്ടി, അതിനേറ്റ ഒരു പ്രഹരമായിരുന്നു ഇപ്പോൾ സഖ്യകക്ഷികളുടെ കൂടെ പിന്നെ ഔദാര്യത്തിൽ ഭരിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും ഈ നമ്മൾ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ RSSന്റെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കുറച്ച് പിന്നോട്ടിറങ്ങി ചിന്തിച്ചാൽ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ഇടിച്ചു താഴ്ക്കലും പിന്നീടുള്ള ഒരു ഉയർത്തെഴുന്നേൽക്കലുമായിരുന്നു. അങ്ങനെ കരുതുന്നവരുണ്ട്. ഭാഗികമായി അത് ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. RSSന് വിലയുണ്ടാകണമെങ്കിൽ, RSSന്റെ പ്രയത്നത്തിന് വിലയുണ്ടാകണമെങ്കിൽ അക്നോളജ് ചെയ്യപ്പെടണം. RSSന്റെ പ്രയത്നം അക്നോളജ് ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു പരിഭവം നാഗ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന RSS നേതാക്കൾക്ക്, പ്രത്യേകിച്ച് സർസംഘ് ചാലക് മോഹൻ ഭഗവതിനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മോദി എന്ന ഒറ്റയാൾ പട്ടാളം നയിക്കുന്ന മോദിയുടെ ഹോർഡിങ്ങുകൾ, മോദിക്ക് ഗ്യാരണ്ടി, അതനുസരിച്ച് നിങ്ങൾക്ക് ജയിക്കാമെങ്കിൽ ജയിച്ചോളൂ, ഞങ്ങൾ എതിർക്കുന്നില്ല, നിങ്ങൾ രണ്ട് കാലിൽ നിൽക്കാനുള്ള ത്രാണിയായി ഇത് നിങ്ങളുടെ പ്രസിഡന്റ് അതായത് JP നഡ്ഡ തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ആ നിലപാട് എടുത്തപ്പോൾ BJPക്ക് മുന്നോട്ട് പോകാനായില്ല. ഉത്തർപ്രദേശിൽ വലിയ പതനമാണ് BJPക്ക് സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം 17 സീറ്റിൽ ഒതുങ്ങി. ഇന്ത്യ മുന്നണി അതായത് മഹാവികാസ് അഗാദിക്ക് 48-ൽ 31 സീറ്റുകൾ ലഭിച്ചപ്പോൾ BJP അപകടം മണത്തു. മോദിയെ മുന്നിൽ നിർത്തി ഇനി വലിയ ലാർജർ ദാൻ പാർട്ടി, ലാർജർ ദാൻ ലൈഫ് ഇമേജ് മോദിക്ക് വേണ്ടി ചാർത്തി കൊടുക്കുകയാണെങ്കിൽ RSSന്റെ കലവറയില്ലാത്ത പിന്തുണ ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയാണ് മോദി ചെറിയ തോതിൽ പിന്നോട്ട് പോവുകയും, മോദി ആലങ്കാരികമായി ഇടയ്ക്കൊന്ന് വന്നു പ്രസംഗിച്ചു പോയി, അല്ലാതെ മോദിയുടെ ഗ്യാരണ്ടി എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അത് ഹരിയാനയിലും പറഞ്ഞിട്ടില്ല, മഹാരാഷ്ട്രയിലും പറഞ്ഞിട്ടില്ല. കർണാടകയിൽ മോദി ഊട്ടി നടന്ന് പ്രചരണം നടത്തി. എന്നിട്ട് എന്തായി? കോൺഗ്രസ് പാർട്ടി കർണാടക തെരഞ്ഞെടുപ്പ് ജയിച്ചു. അതുകൊണ്ട് മോദി പ്രഭാവം ഘട്ടം ഘട്ടമായി, വളരെ നാടകീയമായിട്ടൊന്നുമല്ല, ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരികയും അതേസമയം റീജിയണൽ ലീഡേഴ്സിനെ ഉയർന്നു വരാൻ യോഗി ആദിത്യനാഥിന് ഉത്തർപ്രദേശിലും, അതുപോലെ ഫഡ്നാവിസിന് മഹാരാഷ്ട്രയിലും, ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ആസാമിലും, അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാനെ ഒരു മധ്യപ്രദേശ് പ്ലെയർ എന്നുള്ള നിലയിൽ നിന്ന് ദേശീയ തലത്തിലേക്കും ഉയരാനുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം ഒരു തലമുറ മാറ്റത്തിന്റെ, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ആദ്യപടിയാണ്. അത് ഇറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ഗോൾഡ്. ഇലക്ഷൻ വിജയം എന്ന് പറയുന്നത് നത്തിങ് സ്വീറ്റർ ദാൻ വിക്ടറി. ഇത് സൈദ്ധാന്തികമായി പറഞ്ഞിട്ട് കാര്യമില്ല. കാണിക്കാൻ കണക്ക് പുസ്തകത്തിൽ കണക്കുണ്ടാകണം, നമ്പേഴ്സ് ഉണ്ടാകണം. അത് കാണിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ. ജാർഖണ്ഡിൽ സാധിച്ചില്ല, അവിടുത്തെ നറേറ്റീവ് വ്യത്യാസമായിരുന്നു. മഹാരാഷ്ട്രയിൽ അത് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മോദിക്ക് ശേഷമുള്ള BJP, 2029 ശേഷമുള്ള ദേശീയ രാഷ്ട്രീയം BJPയുടെ കാഴ്ചപ്പാടിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോഴും നമ്മുടെ പരിവാർവാദ്, പരിജീവി പാർട്ടി, നേഷൻ ഫസ്റ്റ്, കുർസി ഫസ്റ്റ്, ഇങ്ങനെയുള്ള ചില കുറിക്കുകൊള്ളുന്ന വാക്കുകളുമായിട്ടാണ്, അത് മോദിയിൽ നിന്ന് വന്നതല്ല, ഇത് കൃത്യമായി കരുതിക്കൂട്ടിയുള്ള ഒരു എന്താണ് ചിന്താഗതി ആൾക്കാരിലേക്ക് കുത്തിവെക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോഴും അവർ വിടാൻ തയ്യാറല്ല. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഒരു സ്ലോഗൻസ് കൂടി ഇപ്പോൾ വന്നിരുന്നു. അപ്പോൾ അത് സാറ് മനസ്സിലാക്കി കിട്ടണം. അപ്പോൾ ഇത് ഇപ്പോൾ എന്താണ് നമ്മുടെ അതിനെ മാറ്റിയിട്ട്, അപ്പൊ ഇത് ആൾക്കാരിലേക്ക് വല്ലാതെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ ഈ മുദ്രാവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ രാഹുലിനെ ഉയർത്തിയിട്ടുള്ള, ഇപ്പൊ പരിജീവി പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഒരു ഇത്തിള് പോലെ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് വളരാൻ സാധിക്കൂ എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാർ ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഹിൻഡൻബർഗിനെ കുറിച്ച് പറയുന്നു, അദനിയെ കുറിച്ച് പറയുന്നു,
ക്വാളിറ്റി വിഷയങ്ങളാണ്. ആ വിഷയങ്ങളുടെ ഒരു ഗൗരവം തീർത്തും പ്രസക്തമാണ്. പക്ഷേ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഞുറുങ്ങു മുദ്രാവാക്യങ്ങൾ അല്ലെ? ഗാന്ധിജി എന്ത് ഭംഗിയായിട്ടാണ് കരോ യാ മരോ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഗരീബി ഹഠാവോ ഇത് പറയുമ്പോൾ, അതുപോലെ ഈ ചായ്വാല എന്ന ഒരു പദം പോലും എത്ര മനോഹരമായിട്ടാണ് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ 2014 മോദിക്കും ആ ഒരു പ്രചരണ സംവിധാനത്തിനും കഴിഞ്ഞത്. അതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങളുടെ കാലം കഴിഞ്ഞിട്ടില്ല. മുദ്രാവാക്യങ്ങൾ ജനഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന മുദ്രാവാക്യമാണ്. മഹാരാഷ്ട്രയിൽ കണ്ടത് തന്നെയാണ്. ഡിവൈഡഡ് യു സ്റ്റാൻഡ്, you will fall. United you stand, you will have everything. If you stand divided, you will be cut into pieces. ഇത് 2 നിർദ്ദേശമാണ് കൊടുത്തത്. ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഭൂമി കൊണ്ടുപോകും. പ്ലീസ് സ്റ്റേ യുണൈറ്റഡ്. A clarion call to the majority community to stand united. ഒരു വശം. അത് ഒരു പരിധിവരെ ജാതികൾക്കതീതമായി ഇന്ത്യ മുന്നണി കൊണ്ടുവരുന്ന ജാതി നറേറ്റീവ്സിനും ജാതി സംവരണ ഫോർമുലയ്ക്കും ഒക്കെ അതീതമായി മതപരമായി യോജിപ്പിക്കുന്ന ഒരു ക്ലാരിയൻ കോളാണ്. രണ്ടാമത്തേത് യഥാർത്ഥത്തിൽ മറാത്ത വേഴ്സസ് നോൺ മറാത്ത. മറാത്തകൾ, മഹാരാഷ്ട്ര മറാഠകളുടെ മാത്രം സംസ്ഥാനമല്ല. മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷവും മറാഠ ഇതര വിഭാഗങ്ങളാണ്, പ്രത്യേകിച്ച് OBC-കൾ. ഈ OBC-കൾ മറാഠകൾ OBC സംവരണം ആഗ്രഹിച്ച് കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ മഹാവികാസ് അഗാദിയോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി വന്നപ്പോൾ, മഹാവികാസ് അഗാദി ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും OBC സംവരണം അനുവദിച്ചു കൊടുക്കും മറാഠകൾക്ക്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ OBC സംവരണം ലഭിക്കുന്ന നിങ്ങളുടെ കോട്ട വല്ലാതെ കുറയും. ഇത് നന്നായി വേഗുന്ന പരിവാണ്. ഇതാണ് OBC-കൾ ഏതാണ്ട് പൂർണ്ണമായി മറാഠ ഇതര വിഭാഗങ്ങളെ BJP-യിലേക്കും മഹായുതി സഖ്യത്തിലേക്കും കൺസോളിഡേറ്റ് ചെയ്യാൻ തക്ക മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് കാഠേക എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാവും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത് എവിടെയാണ് ചെന്ന് തറയ്ക്കുന്നത്? അതുകൊണ്ട് ആ ഒരു ഫോർമുല മുദ്രാവാക്യങ്ങളുടെ രൂപത്തിൽ, വിഷ്വൽ ഇമേജറികളുടെ രൂപത്തിൽ എല്ലാം ജനങ്ങളിലേക്ക് മധുര മനോജ്ഞമായി സന്നിവേശിപ്പിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിയും മഹായുതി സഖ്യവും വിജയിച്ചു. അതാണ്. അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെയും ഓരോ യൂണിറ്റുകളായി കണ്ടിട്ട് അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി ചേർത്തിട്ട് അവിടെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇപ്പോൾ നടന്നു കാണുന്നത്. ഇവിടെ നമുക്കിപ്പോൾ കോൺഗ്രസിന് 100 അംഗങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലത്തെ പുതിയ സമ്മേളനത്തിന് തുടക്കമായി. അപ്പോൾ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. കോൺഗ്രസ് ഇനിയും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ള നമ്മൾ ഒരു ഇഷ്യൂ ഭംഗിയായി പഠിക്കുകയും, ബഹിഷ്കരണം അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. പക്ഷെ എങ്കിലും ബഹിഷ്കരണം ഉള്ളപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സമയം സഭയ്ക്ക് ഉള്ളിലിരിക്കുക, കൂടുതൽ സമയം വളരെ ഹെൽത്തി ഡിബേറ്റ്സിലേക്ക് നമ്മൾ പങ്കെടുക്കുക, അതുവഴി മീഡിയയുടെ ശ്രദ്ധ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക. അതിപ്പോഴും കോൺഗ്രസ് ഇന്നലെയും തുടക്കത്തിൽ ബഹിഷ്കരണമാണ് വരുന്നത്. ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് അർത്ഥമില്ല. അപ്പൊ കൂടുതൽ അവിടെ BJP-ക്ക് അതിനകത്തുള്ള ഒരു നേരിടൽ പോലും അവര് അവസരം ഒരുക്കുന്നില്ല. ഇത് ഭാവിയിൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും വലിയ വിനയാകില്ലേ? ഒരു കലണ്ടർ വർഷം കഴിഞ്ഞ ലോക്സഭയുടെ കാലത്ത് ശരാശരി 55 ദിവസം മാത്രമാണ് സമ്മേളനം നടന്നത്. അത് ചരിത്രത്തിലെ ലോവസ്റ്റ് പോയിന്റ് ആണ്. അപ്പൊ ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് തെരഞ്ഞെടുത്ത് വിടുന്ന സാമാജികർ, MP-മാർ അവിടെ ചെന്ന് ഇറങ്ങിപ്പോക്ക്, സ്തംഭനം മുതലായവയുമായിട്ട് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ശക്തിയുണ്ട് അല്ലെ? BJP-യുടെ തൊട്ട് പിന്നിൽ ഇന്ത്യ മുന്നണി ഉണ്ട്. അപ്പൊ അവർക്ക് അതിനെ പാർലമെന്റിന്റെ ഫ്ലോറിൽ സ്തംഭിപ്പിക്കുന്നതിനേക്കാൾ പാർലമെന്റിനുള്ളിൽ നിന്നുകൊണ്ട് ഭരണപക്ഷത്തിന് അവർ കൂടുതൽ സമയം കിട്ടും. ബൈ വെർച്യൂ ഓഫ് ദ ന്യൂമറിക്കൽ സ്ട്രെങ്ത് they will get more time, and we have a genuine opposition leader in the form of Rahul Gandhi. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇപ്പോൾ ഡബിൾ എഞ്ചിനാണ് കോൺഗ്രസിന്. രാഹുൽ ആൻഡ് പ്രിയങ്ക, they can hunt in pair against നരേന്ദ്രമോദി. അങ്ങനെ വരുമ്പോൾ ആ ഒരു ആനുകൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോക്കലിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ BJP ഊറിച്ചിരിക്കുന്നുണ്ടാവും. തങ്ങൾക്ക് മണിപ്പൂർ കാര്യത്തിൽ മറുപടി പറയണ്ടല്ലോ, തങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ മറുപടി പറയണ്ടല്ലോ, ഇനി വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ മറുപടി പറയേണ്ട അവസരമില്ലല്ലോ.
അവരിറങ്ങി പോകുമ്പോൾ ഞങ്ങൾ സ്മൂത്തായിട്ട് ബില്ലങ്ങ് പാസ്സാക്കും, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ. ഇനി നേരത്തെ സാർ സൂചിപ്പിച്ച ആ ഒരു BJP സംസ്ഥാന തലത്തിൽ എടുക്കുന്ന നിലപാട്, അത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് എടുത്തൊരു നിലപാടാണ്. ഒരു ദേശീയ നേതൃത്വം ഉണ്ടായിരിക്കെ തന്നെ നെഹ്റുവിയൻ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും ദേശീയ നേതൃത്വം ഉണ്ടായിരിക്കുമ്പോൾ പോലും കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചിരുന്നത് ഒരു ഫെഡറൽ പാർട്ടിയായിട്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് പണ്ട് സ്വാതന്ത്ര്യത്തിന് തൊട്ട് ശേഷമുള്ള സ്റ്റേറ്റ് കോൺഗ്രസ്, തിരുവിതാംകൂർ കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെ, തിരുക്കൊച്ചി കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സംവിധാനം. അതുപോലെ തന്നെയാണ് BJP ഇപ്പോൾ സാവകാശം ഒരു ഡീസെൻട്രലൈസ്ഡ് ഫെഡറൽ ഓർഡറിലേക്ക് വരുന്നു. ദേശീയ വിഷയങ്ങളെക്കാൾ കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഒന്നാന്തരം കാഴ്ചപ്പാട്, അത് ഫെഡറലാണ്. പക്ഷെ ആത്യന്തികമായി വളരെ കേന്ദ്രീകൃത സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നത് മറക്കുന്നില്ല. പക്ഷെ ഇലക്ട്രൽ വിജയത്തിന് പ്രാദേശിക ഘടകങ്ങൾ വേണം. ദേശീയ തലത്തിൽ ദേശീയതയെ പരമാവധി ആളിക്കത്തിക്കും. ചൈന, പാകിസ്ഥാൻ മുതലായവർ ശത്രുക്കളായി നിലനിർത്തപ്പെടും. പാക് വിരോധം, ചൈന വിരോധം മുതലായവ ഇലക്ഷനിൽ ക്യാപിറ്റലൈസ് ചെയ്യാവുന്ന ദേശീയ വിഷയങ്ങളാണ്. മഹാരാഷ്ട്രയിൽ അത് വിഷയമല്ല. അവിടെ ലഡ്കി ബഹൻ പദ്ധതി തന്നെയാണ് വിഷയം. അല്ലെങ്കിൽ പരുത്തി കർഷകർ, കരിമ്പ് കർഷകർ, അല്ലെങ്കിൽ സോയാബീൻ കർഷകർ അവരുടെ വിഷയങ്ങളാണ്. അത് എത്രത്തോളം ഗ്രാസ് റൂട്ട് ലെവൽ അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും വിജയം. അതുകൊണ്ട് വിജയ ഫോർമുല കണ്ടെത്തിക്കഴിഞ്ഞു എന്നാണ്, ശാശ്വതമായ വിജയ ഫോർമുല കണ്ടെത്തിക്കഴിഞ്ഞു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വ്യത്യസ്തമായ ചേരുവകളാണ് അതിനകത്തുള്ളത് എന്നത് ഭംഗിയായി കണ്ടെത്തിയത് BJP ആണ്. കോൺഗ്രസിന് അതിന് സാധിച്ചില്ല എന്നതാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് കാലത്ത് അന്താരാഷ്ട്ര സമൂഹം വളരെ കീഴായിട്ട് ഇന്ത്യയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആയുധങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. അതിൻ്റെ എന്തായാലും അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും ഇന്ത്യയിലെ ഈ തിരഞ്ഞെടുപ്പുകളെ നോക്കി കാണുന്നുണ്ടാകും. അവർക്കും കൂടി മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ഇപ്പോൾ, ആ ഭാഷയിലെ വിജയമാണ് അവർക്ക് കൈവരിക്കാനായത്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അടുത്ത 29 ചെല്ലുമ്പോൾ അതിനൊരു വളരെ ശക്തമായ അടിത്തറയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്നത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതേ സ്ട്രാറ്റജി ആയിരിക്കും അവർ ഉപയോഗിക്കുക. എങ്ങനെയായിരിക്കും അന്താരാഷ്ട്ര സമൂഹം ഈ ഒരു വിജയങ്ങളെ നോക്കി കാണുന്നത്? അന്താരാഷ്ട്ര സമൂഹം, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഇന്ത്യസ് റൈറ്റ് വിങ് ഹിന്ദു എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പൊ പറയുന്നത് BJPയെ കുറിച്ചും സംഘപരിവാറിനെ കുറിച്ചും ദേശീയ ജനാധിപത്യ സഖ്യത്തെ കുറിച്ചുമാണ്. അപ്പൊ ഒരു റൈറ്റ് വിങ് സ്പേസ് ലോകത്തെല്ലായിടത്തും, അമേരിക്കയിൽ ട്രംപിന്റെ വിജയം റൈറ്റ് വിങ് അൾട്രാ നാഷണൽ ഫോഴ്സസിന്റെ വിജയമായി കാണുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും, ബ്രിട്ടൻ ഒഴിച്ചുള്ള പലയിടങ്ങളിലും, ബ്രിട്ടനിൽ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് കെയർ സ്റ്റാമർ അധികാരത്തിൽ വരുന്നത്. അവിടെ എല്ലാം ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് ഉണ്ട്. ഇവിടെ അൾട്രാ ദേശീയതയിലേക്ക്, തീവ്ര ദേശീയതയിലേക്കുള്ള പോക്ക് അത് ശാശ്വതമല്ല, താൽക്കാലികം മാത്രമാണ്. അണയാൻ പോകുന്നതിനുള്ള ദേശരാഷ്ട്രങ്ങൾ അണയാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തലായി മാത്രം കരുതാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ യാഥാർത്ഥ്യം അതാണ്. അവിടെ ഇന്ത്യ ഒരു സിവിലൈസേഷണൽ എൻറ്റിറ്റി എന്ന നിലയിൽ, സോഫ്റ്റ് പവർ എന്നുള്ള നിലയിൽ വരുന്നു. ഇന്ത്യ അതിന്റെ ഗതകാല പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് ജനതയുടെ പിൻബലമുണ്ട്, അതിന് ഡയസ്പോറയുടെ പിൻബലമുണ്ട്. അത് ഡബിൾ പവറാണ്. ഇന്ത്യക്കുള്ളിലെ ജനം, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഡയസ്പോറ, ദ സിംഗിൾ ലാർജസ്റ്റ് ഡയസ്പോറ അണ്ടർ ദ സൺ ഈസ് ഇന്ത്യൻ ഡയസ്പോറ. അമേരിക്കയിലും ബ്രിട്ടനിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മധ്യപൗരസ്യ പ്രദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യ, അതാണ് ഇന്ത്യയുടെ പ്രവാസി സമൂഹം. അതിൽ പലരും മറ്റു രാജ്യങ്ങളുടെ പൗരന്മാരാണ്. പക്ഷേ അവർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഇന്ത്യയെ ഒരു സിവിലൈസേഷൻ എൻറ്റിറ്റിയായി പരിഗണിക്കാനായി ലോകത്തെ പ്രേരിപ്പിക്കുന്നു. അതിന്റെ പതാകവാഹകരാണ് ഇപ്പോഴത്തെ ഭരണകൂടം. അതായത് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2014 ശേഷം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രകടമായ ഒരു ഇന്ത്യ സ്പേസ് വരുന്നു. അത് ഏത് രംഗത്തും, അതെല്ലായിടത്തും തന്നെ, അതായത് ശാസ്ത്ര സാങ്കേതിക രംഗത്തും കണ്ടുപിടുത്തങ്ങളുടെ രംഗത്തും സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ രംഗത്തും എല്ലാം തന്നെ. അവിടെ ബുദ്ധമതം, ഹിന്ദുമതം, സംസ്കൃതം, യോഗ, ആയുർവേദ, നളന്ദ, ഇതെല്ലാം മില്ലറ്റ് അല്ലെ, ചെറുധാന്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ മൃദു ശക്തിയുടെ പ്രതിഫലനമായി വരുന്നു. അതുകൊണ്ട് അവഗണിക്കാനാവാത്ത ഒരു
അന്താരാഷ്ട്ര ശക്തിയായി വരുന്നു. ആ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് സംഘപരിവാർ ചിന്തകളും അതിന്റെ പൊളിറ്റിക്കൽ എക്സ്പ്രഷനായ ബി ജെ പിയും നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും അത് ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ് ഇന്ത്യയിൽ. സോ ഇറ്റ് ഇസ് ഈസിയർ ദ വെസ്റ്റേൺ വേൾഡ് തിങ്ക് that it is easy to do business with India with a singleness of purpose with one leader, Narendra Modi, at the helm of affairs. ഇതൊരു പ്രായോഗിക ചിന്തയാണ്. അല്ലാതെ മാറി മാറി വരുന്ന സർക്കാരുകളോട് ബിസിനസ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ട്രംപ് when he comes to power in America will find it easy to do business with India through Narendra Modi. Modi also will find it comfortable to work with Trump. ഇത് മറ്റു രാജ്യങ്ങൾക്ക് വേണം. ലോകത്ത് അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു സ്റ്റേറ്റസ് ഉള്ളൂ. പുതിൻ വീണ്ടും റഷ്യയിൽ പ്രസിഡന്റ് ആയി വരുന്നു. പക്ഷെ അദ്ദേഹം മോദിയോളം രണ്ട് ക്യാമ്പിലും സ്വീകാര്യനല്ല. അതേസമയം ഷി ജിൻപിങ് അവിടെയും ഒരു ക്യാമ്പിന്റെ മാത്രം, അല്ലെങ്കിൽ ചൈനയുടെ ഒരു മേധാവിത്വത്തെ പാശ്ചാത്യ ലോകം വലിയ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ആ ഒരു ബണ്ടിൽ ആൻഡ് ബാഗേജ് ഇല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. അതിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ബി ജെ പിയുടെ ഭാഗത്ത് മണിപ്പൂരിലെ കലാപം അത് ക്രിസ്ത്യൻ വേൾഡിൽ ഉണ്ടാക്കുന്ന പ്രതികൂലമായ ഒരു വൈബുണ്ട്. പക്ഷെ ആ വൈബിനെ സപ്രസ് ചെയ്ത് വെക്കുകയും നല്ല കാര്യങ്ങൾ, പ്രോഗ്രസീവ് കാര്യങ്ങൾ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഡിപ്ലോമസിയും നമ്മുടെ വിദേശ നയം വളർന്നു. നല്ല ഒന്നാന്തരം ടീമാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് മോഡി ദാറ്റ് ഡസ് ദി മാജിക്. ഇറ്റ് ഈസ് മിസ്റ്റർ ജയശങ്കർ, ദ ഫോറിൻ മിനിസ്റ്റർ, ആൻഡ് മിസ്റ്റർ അജിത് ഡോവൽ, ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഹു ഡു ദ ബിസിനസ്. ഇത് കളമൊരുക്കുന്നു. അജിത് ഡോവൽ ഒരുക്കുന്ന കളത്തിൽ ഒരു അടുത്ത പടിയായി ജയശങ്കർ എത്തുന്നു. സ്ഥിരീകരണത്തിന് വേണ്ടി മോദി ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ എത്തുന്നു. ഈ ഫോർമുല കഴിഞ്ഞ 10 വർഷമായി വിജയിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു ഭരണസ്ഥിരത സുസ്ഥിര വികസനത്തിലേക്ക് ഉറപ്പായി നയിക്കും. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പറക്കും പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചിരുന്നുവെങ്കിലും ആ പറന്ന് നേടിയതിൻ്റെ ഒരു ഗുണം നമുക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതിനും മുകളിലേക്ക് പറക്കാനുള്ള മോദിയുടെ ശ്രമമായിരിക്കാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി കണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ വിപുലമായ പദ്ധതികൾ മോദിക്ക് ശേഷവും ഈ ഒരു ബേസ് എപ്പോഴും ഒരു ഹിന്ദു ബേസ് എന്ന് പറയുന്നത് RSSന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പോൾ വരും കാലങ്ങളിലേക്ക് അടുത്തൊരു 20-25 വർഷങ്ങൾക്കെങ്കിലും RSSന് വ്യക്തമായ പദ്ധതികളുടെ തുടക്കമല്ലേ ഇപ്പൊ ഈ മോദിക്ക് ശേഷം എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ. അതായത് ഒരു സിവിലൈസേഷണൽ സാംസ്കാരിക എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം സിവിലൈസേഷണൽ ഗോൾസ് ആണ്. ഒരു ശരാശരി രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ഷോർട്ട് ടേം ഗോളാണ്. ഇവിടെ BJP അല്ല വിഷയം. ഇവിടെ സംഘ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ABVP, മഹിളാ മോർച്ച, അങ്ങനെയുള്ള വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്റാങ് ദൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും ഇത് ചേരുന്ന പരിവാർ, സംഘ് പരിവാർ. ഈ പരിവാറിന്റെ ഒരു ചിന്ത ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച RSS പറയുന്നു മോദി വിജയിക്കണം, പക്ഷേ മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ട. ഫോർ ദ സംഘ് ടു ഗെറ്റ് കൺസോളിഡേറ്റഡ് യു നീഡ് ലാർജർ കൺസോളിഡേഷൻ ആൻഡ് ആംബിറ്റി. അതിനെ ഒരു വ്യക്തി എന്തിനും മീതെ തലയുയർത്തി നിൽക്കുന്നത് സിവിലൈസേഷൻ താല്പര്യങ്ങൾക്ക് അനുകൂലമാവില്ല എന്ന ഒരു ലാർജർ വിസ്റ്റം. അതുകൊണ്ട് സിവിലൈസേഷൻ താല്പര്യങ്ങൾ മോദിക്ക് ശേഷം മറ്റൊരാൾ, അതിനുശേഷം മറ്റൊരാൾ, അത് കണ്ടെത്താനുള്ള ഒരു മാജിക് ഫോർമുല. അതിൽ എത്തി നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ ഈ സംവിധാനം തകർന്നില്ല. കാരണം ഇതൊരു വലിയ പരീക്ഷണമാണ്. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പരീക്ഷണത്തിലൂടെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് മുന്നോട്ട് പോയത്. എന്നും ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നില്ല. ദർ ഇസ് എ പീക്ക് ടു എവറിഥിങ്. ഇന്ത്യയുടെ സ്വതസിദ്ധമായ വൈവിധ്യം, പ്ലൂറലിസം വിൽ ടേക്ക് ഓവർ. അപ്പൊ ജാതികളെ എങ്ങനെയാണ് ഒരുമിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തുക? കുറച്ചു കാലത്തേക്ക് പറ്റും. സിവിലൈസേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നത് അതീവ സങ്കീർണമായ പ്രക്രിയയാണ്. ഇപ്പൊ ഒരു സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഒരു പരിധിവരെ കോടതികൾ, ഒരു പരിധിവരെ ഭരണഘടനയെ ഉപയോഗിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അനുകൂല അന്തരീക്ഷം. ഈ അനുകൂല അന്തരീക്ഷം എന്നും അനുകൂലമായി നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോക്ക്. തൽക്കാലത്തേക്ക് സ്ട്രോങ് ഭാരത്, വികസിത ഭാരത് ബൈ 2047 അതൊരു ഡ്രീമാണ്. നോ അതർ പാർട്ടി കുഡ് ഗിവ് ഇറ്റ് എ ഡ്രീം.
Congress never talks about a dream. So whoever and whichever party is able to sell the dream more effectively, more colorfully, that party and that leader and that the civilizational entity they represent will go forward. ഇതാണ് ഈ മണിപ്പൂരിലെ ഒരു സങ്കടകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആശങ്കകളെ അതിജീവിക്കാനുള്ള കരുത്തും കൂടി ഈ കാവ്യപുതപ്പിൽ ഉണ്ടാവണ്ടേ? ഈ മണിപ്പൂര് ഒറ്റപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ സംഘപരിവാർ കാണുന്നുണ്ടാവും. അതിന് തികച്ചും ഒരു വംശീയ പ്രശ്നമായി, അല്ലെങ്കിൽ അതിനൊരു വർഗീയ നിറം കൊടുക്കാതെ രണ്ട് ഗോത്ര വിഭാഗങ്ങളൊക്കെ രണ്ട് വിഭാഗം ജനതകൾ തമ്മിലുള്ള ഒരു വംശീയ പോരാട്ടത്തിന്റെ പരിപ്രേക്ഷ്യം മാത്രം കൊടുക്കുകയും BJP എന്ന രാഷ്ട്രീയ കക്ഷിയുടെ മുഖ്യമന്ത്രിയാണ് ബിരേൻ സിംഗ് എന്ന കാര്യം വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന പോളിസിയാണ്. ആ പോളിസിക്ക് ഇതുവരെ വലിയ ദോഷം വന്നിട്ടില്ല. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ഈ വിഷയം പരിഹരിക്കാനായില്ല എങ്കിൽ that will be an Achilles heel in the otherwise stable and secure integrated Indian system. ആ ഇന്റഗ്രേഷനിൽ വരുന്ന വലിയൊരു see how far is Manipur integrated with the rest of India? മണിപ്പൂർ പ്രോപ്പർലി ഇന്റഗ്രേറ്റഡ് അല്ല എന്ന് വന്നാൽ വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ്? അപ്പൊ സ്വാഭാവികമായി ഇതൊരു മിനിമം ബാലൻസിലാണ് പോകുന്നത്. സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു കൊഹീഷൻ സർദാർ വല്ലഭായ് പട്ടേൽ കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, ഭരണഘടന എഴുതി ഉണ്ടാക്കി അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് വന്ന November 26, 1949 was a very important year. It is the 75th year of the adoption of the constitution. ആ സമയത്ത് ഹൗ ഇന്റഗ്രേറ്റഡ് ഇസ് ഇന്ത്യ ആൻഡ് ഹൗ ഡു വി റിമെമ്പർ സർദാർ വല്ലഭായ് പട്ടേൽ? ഇത് വലിയ ചോദ്യമാണ്. അതുകൊണ്ടാണ് മണിപ്പൂർ ഇന്റഗ്രേറ്റഡ് അല്ല എങ്കിൽ മുൻകാലങ്ങളിൽ തമിഴ്നാടിന് സംഭവിച്ചത്, പഞ്ചാബിന് സംഭവിച്ചത്, ബാലകൃഷ്ണപിള്ള നടത്തിയതുപോലെ പഞ്ചാബ് മോഡൽ പ്രസംഗങ്ങൾ പലയിടത്തും വരും. കൽക്കട്ട തീസീസ് പോലെ ചിലത് വരും. മറ്റു പല കക്ഷികളും പത്തി വിരിച്ചാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രമകരമായി കെട്ടിപ്പടുത്ത ഈ ഒരു ശാന്തത, റോമാ സാമ്രാജ്യത്തിലും ഒരു ശാന്തത ഉണ്ടായിരുന്നു. വാൾമുനയിൽ കെട്ടിപ്പടുത്ത പാക്സ് റൊമാന ആ തകർന്നു വീഴാൻ ഏതാനും നൂറ്റാണ്ടുകൾ നീണ്ടുനിന്നു. പക്ഷെ ആത്യന്തികമായി ഒരു ക്രമവും ശാശ്വതമല്ല. പാക്സ് ബ്രിട്ടാനിക്ക അത് നിന്നില്ല. സൂര്യമസ്തമിക്കാത്ത രാജ്യത്തിന്റെ ആ ഒരു സാമ്രാജ്യത്വം നിന്നില്ല. ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ പൊഴിഞ്ഞു വീഴുന്ന കാഴ്ച. അതുപോലെ തന്നെ പതിറ്റാണ്ടുകൾ മാത്രം നീളുന്ന ഇന്ത്യയുടെ ഒരു ഇന്നത്തെ അവസ്ഥ എത്ര കാലം മുന്നോട്ട് പോകും? അതുകൊണ്ട് ഇന്റഗ്രേഷൻ മണിപ്പൂർ ഒരു ചെറിയ വിഷയമായിരിക്കാം. പക്ഷെ മണിപ്പൂർ നൽകുന്ന സൂചന കണ്ടു പഠിച്ചില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വികസിത ഭാരത് സ്വപ്നം 2047 പൂർണ്ണമാകണമെങ്കിൽ ഓൺലി എ പ്രോപ്പർലി ഇന്റഗ്രേറ്റഡ് ഇന്ത്യ can achieve it together, not separately, not the majoritarian system, but the entire India. അത് സാധിക്കണം. അവസാനമായ ഒരു ചോദ്യം കൂടി. ഫ്രീബീസ് ഔദാര്യങ്ങൾ പ്രഖ്യാപിച്ച് മുന്നേറുന്നതിനുള്ള അതൃപ്തി പ്രധാനമന്ത്രി ഒരു 2 കൊല്ലത്തോളം മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ ഒരു യോജനയും സംശയത്തിലൂടെ കണ്ണോടുകൂടിയല്ല ഞാൻ കാണുന്നത്. എങ്കിൽ പോലും ഈ 21 വയസ്സ് മുതൽ 69, 65 വയസ്സുള്ള എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടുന്നുണ്ട്. വേണ്ട എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രായം ചെന്നവർക്ക്, അവർക്കൊക്കെ ആകാം. പക്ഷെ ഇതിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം അത് ഏതളവിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ അവരെ ബാധിച്ചിട്ടുള്ളത്, അതെങ്ങനെ നമുക്ക് ഗുണകരമായത് ഒരു വികസനോന്മുഖമായ ഒരു രാജ്യത്ത് അത് ഏതളവിൽ അവരെ സ്വാധീനിക്കും? പത്തായത്തിൽ നെല്ലുണ്ട്, വിതയ്ക്കാൻ വെച്ചിരിക്കുകയാണ്, അടുത്ത വിളവിറക്കാൻ വെച്ചിരിക്കുകയാണ്. അതെടുത്ത് കുത്താമോ എന്നതാണ് ചോദ്യം. കുത്താം, ചെറിയ തോതിൽ. അത് കുത്തിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് വിശപ്പ് മാറും. പറഞ്ഞു വരുന്നത് മഹാരാഷ്ട്രയിലെ ലാഡ്കി ബഹൻ പദ്ധതിയെ കുറിച്ചാണ്. സർ സൂചിപ്പിച്ചതുപോലെ 21 വയസ്സിനും 65 വയസ്സിനും മധ്യയുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് 2.5 കോടിയോളം വരുന്നത്. അവർക്ക് പ്രതിമാസം അവരുടെ അക്കൗണ്ടിൽ 1500 രൂപ വീതം നൽകുമ്പോൾ 5000 കോടി രൂപയാണ് ഓരോ മാസവും. ഒരു വർഷം 60,000 കോടി രൂപ. വൃദ്ധജനങ്ങൾക്കുള്ള ചെലവ് കൂടി നോക്കുമ്പോൾ 90,000 കോടി, ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ. അപ്പൊ 6 ലക്ഷം കോടി രൂപ കടബാധ്യതയുള്ള മഹാരാഷ്ട്രയിൽ ഈ 1 കോടി രൂപയുടെ
1,00,000 കോടി രൂപയുടെ അധിക ബാധ്യത താങ്ങാനാവുമോ? പക്ഷെ ഓർക്കൂ, മഹാരാഷ്ട്ര വരവുള്ള സംസ്ഥാനം കൂടിയാണ്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ്. ബോംബെ നഗരം ഉൾക്കൊള്ളുന്ന, പൂനെ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര കൈവിടാൻ BJPക്കോ മഹായുതി സഖ്യത്തിനോ അവർ തയ്യാറാവില്ല. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് ദോഷമാകാവുന്ന ചില തീരുമാനങ്ങൾ, കഠിനമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടും ഈ പറയുന്ന ഡോളിങ് ഫ്രീബീസ് ഇത് കൊടുത്തുകൊണ്ട് പോലും അധികാരത്തിൽ എത്തുകയും നിലനിർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി വികസനം നടക്കൂ എന്നൊരു സിമ്പിൾ ലോജിക്കാണ്. ഇതൊരു ലോജിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലോജിക്ക് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഈ പദ്ധതി, വൃദ്ധജനങ്ങൾക്കും സ്ത്രീകൾക്കും ഉള്ള പദ്ധതി എന്ന് പറയുന്നത്, അതിനെ വെല്ലാനാവില്ല. 2,100 രൂപയാണ് ഇപ്പോൾ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. വികാസ് അഗാദി 3,000 രൂപ പ്രോമിസ് ചെയ്തു. പക്ഷേ ദാറ്റ് ഈസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് which may be drawn on a crashing bank, and who would want to invest on it? Who would want to be a taker? അതുകൊണ്ട് a bird in hand is worth two in the bush. കയ്യിലിരിക്കുന്ന 1,500 അത് 2,100 ആകുമെങ്കിൽ നല്ലത്. അതല്ലേ നല്ലത്? കക്ഷത്തിലിരിക്കുന്നത് പോകാതിരിക്കുകയാണ്, ഉത്തരത്തിലിരിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ. അതൊരു ഭാവി പ്രോമിസാണ്. ഒരുപക്ഷെ കോൺഗ്രസിനും ദേശീയ അല്ലെങ്കിൽ മഹാവികാസ് അഗാദിക്കും അതിനോടൊപ്പം വളരാൻ കഴിയില്ല എന്ന മഹാരാഷ്ട്ര ജനത്തിന്റെ ഒരു ചിന്തയാണ് ഈ വോട്ടെടുപ്പിൽ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ, BJPയുടെ വിജയത്തിലും കോൺഗ്രസിന്റെ പരാജയത്തിലും കലാശിച്ചത്. അതുകൊണ്ട് ഫ്രീബി പൊളിറ്റിക്സ് ഈസ് ഹിയർ ടു സ്റ്റേ. ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്, സാർ സൂചിപ്പിച്ച ഒരു വൈരുദ്ധ്യമുണ്ട്. നരേന്ദ്രമോദി അതിനെതിരായിരുന്നു ഒറിജിനലി. പക്ഷേ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് ശരിയല്ല. കർണാടകയിൽ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ചത്, തെലങ്കാനയിൽ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ചത്. അതുകൊണ്ട് ഭരണത്തിന്റെ ഇൻകംബൻസിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് എവിടെയെല്ലാം ഭരണത്തിലുണ്ടോ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഭരണത്തിലുണ്ടെങ്കിൽ മാത്രമല്ലേ പദ്ധതി പ്രഖ്യാപിക്കാൻ പറ്റൂ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് എന്തു വില? അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വ്യക്തമായ ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഈ 4 മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ പണം എത്തി എന്നിട്ടാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് വോട്ട് തരൂ. അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം സാധ്യമായത്, കേരളത്തിൽ ഇടതുപക്ഷം തുടർഭരണം സാധ്യമായത് കോവിഡും മഹാമാരിയും വെള്ളപ്പൊക്കവും കൊണ്ടുവന്ന അനന്തമായ സാധ്യതയും കിറ്റുമാണ്. അല്ല എന്ന് പ്രത്യയശാസ്ത്രത്തിന്റെ വിജയം മാത്രമല്ല, മറിച്ച് സാഹചര്യത്തെ പ്രോ ആക്റ്റീവായി നേരിടാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഇടതുപക്ഷം വിജയിച്ചതും അവിടെ BJP ജയിച്ചതും ഏതാണ്ട് ഒരേ ഡൗളിംഗ് ഫോർമുല വെച്ചിട്ടാണ്. ഏതായാലും ഈ രാജ്യത്തിന് വേണ്ടി കൂടി ചിന്തിക്കാനും പെരുമാറാനും പ്രവർത്തിക്കാനും ഇതെല്ലാം സ്വീകരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു.